നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. കേരള സർക്കാരിൻ്റെ വിവര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് IT മിഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി അവസരം. നോട്ടിഫിക്കേഷൻ നമ്പർ AD RPR/2/2026-KSITM. വിജ്ഞാപന തീയതി 3/2/2026. നിയമന രീതി കരാർ 1 വർഷത്തേക്ക്. ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി 15/2/2026. അപേക്ഷകൾ ഓൺലൈൻ വഴി മാത്രം അയക്കേണ്ടതാണ്. മറ്റു മാർഗങ്ങളിൽ അയക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. പോസ്റ്റ് കോഡ് 101/2026. പ്രൊക്യൂർമെൻറ്റ് ഡൊമൈൻ എക്സ്പെർട്ട്, പ്രൊക്യൂർമെൻറ്റ് പ്രൊജക്റ്റ്. ഒഴിവുകളുടെ എണ്ണം 1. പ്രായപരിധി 40 വയസ്സ്. യോഗ്യത BTech അല്ലെങ്കിൽ BE, EC, CS, IT അല്ലെങ്കിൽ MCA, MBA ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയം 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. IT മേഖലയിൽ മാനേജീരിയൽ ലെവലിൽ 5 വർഷം, ഇതിൽ 3 വർഷം ഗവേണൻസ് മേഖലയിൽ ആയിരിക്കണം. ശമ്പളം 1,04,000 രൂപ. കൺസോളിഡേറ്റഡ് പേ ആണ്. പോസ്റ്റ് കോഡ് 102/2026. ലീഡ് സെക്യൂരിറ്റി അനലിസ്റ്റ്, സീനിയർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി അനലിസ്റ്റ്, CERTK പ്രൊജക്റ്റ്. ഒഴിവുകളുടെ എണ്ണം 1. പ്രായപരിധി 40 വയസ്സ്. യോഗ്യത BE or BTech, CS, EC or IT അല്ലെങ്കിൽ MCA. പ്രൊഫഷണൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയം കുറഞ്ഞത് 4 മുതൽ 6 വർഷം വരെ ഉണ്ടായിരിക്കണം. ഇതിൽ കുറഞ്ഞത് 4 വർഷം ഇൻഫർമേഷൻ സെക്യൂരിറ്റി മേഖലയിൽ ആയിരിക്കണം. ശമ്പളം 80,000 രൂപ. കൺസോളിഡേറ്റഡ് പേ ആണ്. പോസ്റ്റ് കോഡ് 103/2026. സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ NOC ഓപ്പറേഷൻ, KSWAN പ്രൊജക്റ്റ്. ഒഴിവുകളുടെ എണ്ണം 1. പ്രായപരിധി 35 വയസ്സ്. യോഗ്യത BE അല്ലെങ്കിൽ BTech, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, CCNP അല്ലെങ്കിൽ സമാന OEM സർട്ടിഫിക്കേഷൻ. പ്രവൃത്തി പരിചയം കുറഞ്ഞത് 3 വർഷത്തെ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷനിൽ. NOC ഡാറ്റാ സെൻറ്റർ എക്സ്പീരിയൻസ് അഭികാമ്യം. MPLS IPv6 റൂട്ടിംഗ്, സ്വിച്ചിംഗ്, ഫയർവാൾ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ശമ്പളം 52,000 രൂപ. കൺസോളിഡേറ്റഡ് പേ ആണ്. പോസ്റ്റ് കോഡ് 104/2026. ഡിസ്ട്രിക്ട് പ്രൊജക്ട് മാനേജർ DEGS. ഒഴിവുകളുടെ എണ്ണം എക്സ്പെക്റ്റഡ് വേക്കൻസീസ്. പ്രായപരിധി 40 വയസ്സ്. യോഗ്യത എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഓർ MCA കൂടാതെ MBA ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയം 2 വർഷം. IT മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ശമ്പളം 40,000 രൂപ പ്രതിമാസം. കൺസോളിഡേറ്റഡ് പേ ആണ്. പ്രധാന നിർദ്ദേശങ്ങൾ: ഒരു പോസ്റ്റ് കോഡിലേക്ക് ഒരിക്കൽ മാത്രം അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിച്ച ശേഷം മാറ്റങ്ങൾ അനുവദനീയമല്ല. PDF ഫയലുകൾ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ കറപ്റ്റഡ് ആയിരിക്കരുത്. അനുഭവം യോഗ്യത നേടിയതിനു ശേഷം നേടിയതായിരിക്കണം. ഈക്വലൻസി ആവശ്യപ്പെടുന്നവർ ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് https://itmission.kerala.gov.in. പ്രായം, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ 15/2/2026 ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം. അഭിമുഖ സമയത്ത് താഴെ പറയുന്ന ID പ്രൂഫ് ഏതെങ്കിലും ഒന്ന് ഒറിജിനൽ കൂടാതെ ഫോട്ടോ കോപ്പിയും ഹാജരാക്കണം. വോട്ടർ ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ് ഇവയിൽ ഏതെങ്കിലും ഒന്നാണ് ഹാജരാക്കേണ്ടത്. IT മേഖലയിൽ ഉയർന്ന ശമ്പളമുള്ള സർക്കാർ കരാർ ജോലി തേടുന്നവർക്ക് മികച്ച അവസരമാണ് ഇത്. കൂടുതൽ ജോബ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഫോളോ ചെയ്യൂ. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.